ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കിച്ചൺ ടിപ്സാണ്. ഇന്ന് കുക്കിംഗ് ആയിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലുള്ള സിങ്ക് നമ്മൾ കഴുകി വൃത്തിയാക്കാറ് പതിവാണ്. ചില ദിവസങ്ങളിൽ അതിൽ എണ്ണയോ മെഴുക്കോ കൂടുതലുള്ള ദിവസങ്ങളിൽ അതൊന്ന് വൃത്തിയായി കിട്ടാനോ അത് പാടുമാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ, ഇതേ രീതിയിലുള്ള കവർ തന്നെ ആവണമെന്നില്ല, സാധാരണ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിലോട്ടൊരല്പം സോപ്പ് തടവുക. ഒന്നുകിൽ ലിക്വിഡ്, അതല്ലെങ്കിൽ നമ്മൾ തുണികളെല്ലാം അലക്കുന്ന സോപ്പും പൊടിയോ ഇട്ടിട്ട് ഈ കവർ ഇതുപോലെ പരത്തി പിടിച്ച് നന്നായി കൈ പരത്തി പിടിച്ചിട്ട് തന്നെ തേച്ച് കഴുകിയെടുക്കുക. നമ്മൾ ചകിരിയോ സ്പോഞ്ചൊക്കെ ആകുമ്പോൾ നമ്മുടെ 4 വിരലുകൊണ്ട് ഒതുങ്ങുന്ന ഭാഗം പിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ കഴുകാറ്. ഇതാവുമ്പോൾ അങ്ങനെ പരത്തി പിടിച്ച് കഴുകുമ്പോൾ നമ്മുടെ കിച്ചൻ്റെ സിങ്ക് ആയാലും ബേസൻ ആയാലും ഒക്കെ നന്നായി ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് തേച്ചൊരച്ച് കഴുകിയെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ വലിയ ചെമ്പൊക്കെ കഴുകുമ്പോൾ ചകിരിക്ക് പകരം അതല്ലെങ്കിൽ ചകിരിയോട് കൂടെ തന്നെയാണെങ്കിലും ഇതുപോലൊരു കവർ വെച്ചിട്ട് നന്നായി തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ ആ ചെമ്പും, അതായത് നമ്മൾ വലിയ ഫുഡൊക്കെ ആളുകൾ അധികം ഉണ്ടാക്കുന്ന വലിയ പാത്രം അങ്ങനെയുള്ളതൊക്കെ ഉരച്ച് കഴുകിയെടുക്കാനും ഇതുപോലുള്ള കവർ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ബേസിക് സിങ്ക് കഴുകിയെടുത്തിട്ട് വരാം. കണ്ടില്ലേ എത്രത്തോളം നമ്മുടെ സിങ്ക് വൃത്തിയായി കിട്ടിയെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൽ നിന്ന് വെള്ളം പോവാൻ, അതായത് ബ്ലോക്ക് എപ്പോഴും ഉള്ള ആളുകളുണ്ടാവും, അത് ഇല്ലാതിരിക്കാനും ഈ ഒരു ടിപ്സ് നമുക്ക് ഉപകാരപ്പെടും. കൂടാതെ രാത്രി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ ഇതുപോലെ സിങ്കെല്ലാം ക്ലീൻ ആക്കിയിട്ട ശേഷം നമുക്കൊരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇനി അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല, ഏറ്റവും നല്ലത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ, അതല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കുമ്മായ ഉണ്ടല്ലോ, കുമ്മായ ആയാലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ, അപ്പോഴേക്കപ്പോഴും ചെയ്യാം, പക്ഷെ നമുക്കവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയാലും നമുക്കതൊന്ന് വെള്ളം ഒഴിച്ചെടുത്താൽ നമ്മുടെ സിങ്കിൻ്റെ ബ്ലോക്ക് ഒഴിവായി പോകുന്നതാണ്. അപ്പം അതിൽ ഇതുപോലുള്ള എണ്ണ മെഴുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ സിങ്ക് ബ്ലോക്കായി പോകുന്നത്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അകമായാലും ബാത്റൂം ആയാലും നല്ല ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടച്ചിട്ട വീടാണെങ്കിലും നമ്മൊന്ന് പുറത്ത് പോയി വരുമ്പോൾ, അതല്ലെങ്കിൽ പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലോ ബാത്റൂമിലോ കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ലോ അതല്ലെങ്കിൽ അടച്ചിട്ട ആ ഒരു സ്മെല്ലോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ ബോട്ടിലെടുത്തിട്ട് അതിലോട്ട് നമ്മൾ തുണി അലക്കുമ്പോൾ കഴുകിയെടുക്കുന്ന സാധാരണ കംഫേർട്ട്, അതിൽ നിന്ന് ഓരോ ടീസ്പൂണ് വീതം നമുക്ക് കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി, ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കിയെടുക്കാം. ഇതൊന്ന് കുലുക്കി നമ്മൾ വീടിൻ്റെ, അതല്ലെങ്കിൽ റൂമിൻ്റെയോ ബാത്റൂമിൻ്റെയോ ഒക്കെ ഏതെങ്കിലും കുട്ടികളുടെ കൈ തട്ടാത്ത ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ അതാവുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആ ഒരു കംഫേർട്ടിൻ്റെ മണം നിലനിൽക്കും. ആഴ്ചയിലൊരു ദിവസം എടുത്തിട്ട് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കുന്ന സമയം ഇത് ബാത്റൂമിലോ അതല്ലെങ്കിൽ നമ്മുടെ ബേസനിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ജനവാതിലിൻ്റെ ആ സൈഡിൽ, ഷോക്കേസിൻ്റെ സൈഡിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുവെക്കുകയാണെങ്കിലും പല്ലി പാറ്റ പ്രാണികളുടെ ശല്യവും ഒഴിവായി കിട്ടും.